അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്ക് ഉപകരിക്കുന്ന ഈ ഇസ്മ ചൊല്ലിയാൽ സമ്പത്തിൻ്റെ ഉറവിടങ്ങൾ നമ്മിലേക്ക് തേടിയെത്തുന്ന ഐശ്വര്യം നമുക്കുണ്ടാകുന്ന ഒരു ഇസ്മിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, ആ ഇസ്മ ഏതാണ് എന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എത്ര എണ്ണം ചൊല്ലണം എന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായി നാം ചൊല്ലുക. നീ പോലും അറിയാതെ നിന്റെ കയ്യിൽ പൈസ വന്നു ചേരാൻ ഈ ഇസ്മ നിനക്ക് ഉപകരിക്കും. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പൂർണ്ണമായും കേൾക്കുക, പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ കമൻ്റായി രേഖപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മിനെയാണ് നാം ചൊല്ലേണ്ടത്. സർവദാതാവ്, അത്യുദാരൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഇസ്മാണിത്. ഈ ദിക്ർ പതിവാക്കി വരുന്നവർക്ക് സാമ്പത്തികം ഉണ്ടാവൽ അനിവാര്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ യാ വഹാബ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ ധാരാളമായി നാം ചൊല്ലണം. വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും യാ വഹാബ് യാ അല്ലാഹ് എന്ന നാമം പതിവായി ചൊല്ലിയാൽ അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കുന്നതും അയാൾ അറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം കൈവരിക്കുന്നതുമാണ്. ആരെങ്കിലും സുജൂദിൽ കിടന്ന് യാ വഹാബ് യാ അല്ലാഹ് എന്ന് 7 തവണ പതിവാക്കിയാൽ അള്ളാഹു അയാളെ ആരെയും ആശ്രയിക്കാത്ത വിധത്തിൽ സമ്പൽ സമൃദ്ധിയുള്ളവനാക്കി മാറ്റുന്നതാണ്. എല്ലാ നിസ്കാരങ്ങളിലെ സുജൂദുകളിലും 7 തവണ യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ് എന്നിങ്ങനെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഭൗതികവും പാരത്രികവുമായ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമത്തിനെ പതിവാക്കി ചൊല്ലുക. വുളൂഅ് ചെയ്തുകൊണ്ട് ഈ ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. വുളൂഅ് ചെയ്തുകൊണ്ട് പതിവാക്കുകയാണെങ്കിൽ ഫലം ഇരട്ടിയായി ലഭിക്കും. അശുദ്ധി സമയത്ത് സ്ത്രീകൾക്ക് യഥേഷ്ടം ചൊല്ലാൻ പറ്റുന്ന ഇസ്മാണ് യാ വഹാബ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ. ഒരു നിശ്ചിത എണ്ണം കണക്കാക്കി നിത്യമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. ഈ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് പറയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും നമ്മിലേക്ക് എത്തിച്ചേരും. അല്ലാഹു തആല സാമ്പത്തികമായിരിക്കുന്ന എല്ലാ പുരോഗതിയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.